ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ലവ്ലി മൊമെന്റ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വരുന്നത്. അതിനു മുമ്പായി ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് നിങ്ങൾ എത്തിയത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി എനിക്ക് സൂചിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കഠിനാധ്വാനം ചെയ്യുന്നവരാണ് വിജയികൾ, കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് വിജയം. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലെ പരീക്ഷയിൽ വെറും കഠിനാധ്വാനങ്ങൾ കൊണ്ട് മാത്രം വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ കൂടെ സ്മാർട്ട് വർക്ക് എന്നൊരു പുതിയ പദം നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താണ് NMS പരീക്ഷ, അതല്ലെങ്കിൽ LDC പോലെയുള്ള ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷകൾ, ഒരു ജോലിക്ക് വേണ്ടി എഴുതുന്ന പരീക്ഷകൾക്കൊക്കെയുള്ള സ്മാർട്ട് വർക്ക് എന്നറിയാമോ? ഒന്നാമത്തെ ടിപ്പ് ഇന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. OMR പരീക്ഷകളാണ് ഈ രൂപത്തിലുള്ള സ്കോളർഷിപ്പുകളാവട്ടെ മറ്റു പരീക്ഷകളാവട്ടെ ഉള്ളത്. ഇതുവരെ OMR പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിൽ, OMR ഷീറ്റിൽ ഒരു പരീക്ഷ നമ്മൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ, തീർച്ചയായും നമ്മൾ എഴുതാൻ പോകുന്ന സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് മുമ്പ്, അതല്ലെങ്കിൽ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് മുമ്പ് ഒരു 10 OMR പരീക്ഷയെങ്കിലും നമ്മൾ എഴുതിയിരിക്കണം. ദാറ്റ് ഇസ് ദ സ്മാർട്ട് വർക്ക്. അതാണ് പ്രിയ കൂട്ടുകാരോട് എനിക്ക് ഇന്ന് സൂചിപ്പിക്കാനുള്ള സ്മാർട്ട് വർക്ക്. അതുപോലെ തന്നെ മുൻ വർഷത്തെ ചുരുങ്ങിയത് ഒരു 3-4 പരീക്ഷ ക്വസ്റ്റ്യൻസ് എങ്കിലും എടുത്തിട്ട് വേണം നമ്മൾ ഈ കാര്യം എഴുതാൻ. അഥവാ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ. ഒട്ടുമിക്ക പരീക്ഷകളും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ആ പാറ്റേൺ നമ്മൾ അറിയണം. NMS പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സാറ്റ്, മാറ്റിന്റെ പാറ്റേൺ എല്ലാം ഒരുപോലെയാണ് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 2 വീഡിയോ മാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് സാറ്റിലെ ഭാഗങ്ങളുമായിട്ട്, അഥവാ വിവിധ മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് ഇന്നും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനെയുണ്ട്. മുൻ വർഷത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരേ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി വരാറുണ്ട്. ആ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും നമ്മൾ കാണുക. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. ഡിയേഴ്സ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ഇന്ത്യ, ഓപ്ഷൻ 2 അമേരിക്കൻ ഐക്യനാടുകൾ, ഓപ്ഷൻ 3 ചൈന, ഓപ്ഷൻ 4 ബ്രിട്ടൻ. ഇതൊരു മുൻ വർഷത്തെ ചോദ്യമാണ്, പല പ്രാവശ്യം ആവർത്തിച്ചു വന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന ഓരോ രാജ്യത്തിൽ നിന്നും പല കാര്യങ്ങളും കടമെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ കാര്യങ്ങളും ചോദ്യങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. കാണാത്ത ആളുകൾക്ക് അത് കാണാവുന്നതാണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കണ്ടെത്തിയിട്ടുണ്ടാവും എന്നറിയാം. എങ്കിലും ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എങ്കിൽ ഓപ്ഷൻ 4 ബ്രിട്ടൻ, അതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ 4 ബ്രിട്ടൻ. ഇന്നത്തെ ചോദ്യങ്ങളിൽ അധികവും നമ്മൾ SS ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഭൂഗോളത്തെ 2 തുല്യ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശീയ വൃത്തം ഏതാണ് എന്നുള്ളതാണ്. അത് 1 ഉത്തരായന രേഖ, 2 ദക്ഷിണായന രേഖ, 3 ഭൂമധ്യരേഖ, 4 അന്റാർട്ടിക് വൃത്തം എന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ഭൂമധ്യരേഖ എന്നുള്ളതാണ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ഏത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ധോളവീര, 2 ലോത്തൽ, 3 മോഹൻജദാരോ, 4 രാങ്പൂർ എന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 മോഹൻജദാരോ. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളതാണ്. 1 വില്യം ജോൺസ്, 2 ജെയിംസ് പ്രിൻസെപ്പ്, 3 ജോൺ മാർഷൽ, 4th ഓപ്ഷൻ ചാൾസ് വുഡ് എന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വില്യം ജോൺസ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, SS ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്, മുൻ വർഷത്തെ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെ അടുത്തൊരു ചോദ്യം, ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന അർദ്ധ ദ്രവാവസ്ഥയിലുള്ള പാളി ഏതാണ് എന്നുള്ളതാണ്. ഇത് പല പ്രാവശ്യവും ആവർത്തിച്ചു വന്ന ചോദ്യം കൂടിയാണ്. ഓപ്ഷൻ 1 അസ്ട്രോസ്ഫിയർ,
ഓപ്ഷൻ 2 അകക്കാമ്പ്, 3 ബാരിസ്ഫിയോ, 4 പുറക്കാമ്പ് എന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 അസ്തനോസ്ഫിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധരാതലീയ ഭൂപടങ്ങളിൽ ഏത് നിറം ഉപയോഗിച്ചാണ് പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്ന ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തുന്നത് എന്നാണ്. 1 കറുപ്പ് നിറം, 2 ചുവപ്പ് നിറം, 3 തവിട്ടു നിറം, 4 നീല നിറം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ. ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെ ഓരോ നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ചോദ്യത്തിന്റെ ആൻസർ ധരാതലീയ ഭൂപടങ്ങളിൽ പാർപ്പിടങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അത് ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറം. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ്. ജെയിംസ് ഹാർഗ്രീവ്സ്, എഡ്മണ്ട് കാർട്ട്റൈറ്റ്, റിച്ചാർഡ് ആർക്രൈറ്റ്, 4ാമത്തെ ഓപ്ഷൻ ജോൺ കെ എന്നുള്ളതാണ്. ഇവിടെ ഇതിന്റെ കറക്റ്റ് ആൻസർ ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ജെയിംസ് ഹാർഗ്രീവ്സ്. അപ്പോൾ ജെയിംസ് ഹാർഗ്രീവ്സ് കണ്ടുപിടിച്ചത് എന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും വരാറുണ്ട്. അപ്പോൾ സ്പിന്നിംഗ് ജെന്നിയാണ്. അടുത്ത ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി, താഴെ കൊടുത്തതിൽ പതിക്കുന്ന നദി ഏതാണ് എന്നുള്ളതാണ്. 1 നർമ്മദ, 2 ഗോദാവരി, 3 താപ്തി, 4 സിന്ധു എന്നുള്ളതാണ്. ഈ 4 നദികളിൽ, താഴെ കൊടുത്ത 4 നദികളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗോദാവരിയാണ്. ഓപ്ഷൻ 2 ഗോദാവരി. ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യമാണിത്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയുള്ള കോടതി ഏത് എന്നുള്ളതാണ്. ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ കോടതികളുണ്ട്. കോടതിയുടെ മുനിസിപ്പൽ കോർട്ടുകളുണ്ട്, അതുപോലെ ഡിസ്ട്രിക്ട് കോർട്ടുകളുണ്ട്, പിന്നെ ഹൈക്കോർട്ടുകളുണ്ട്. ഇതൊക്കെ കോർട്ടുകളാണ്. അതുപോലെ സുപ്രീം കോർട്ട്, ഇതൊക്കെയാണല്ലോ കോർട്ടുകളുടെ വ്യത്യസ്ത തലങ്ങൾ. 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളാണെങ്കിൽ അത് പരിഹരിക്കുന്ന കോടതി ഏതാണ്? ബന്ധപ്പെട്ട ഹൈക്കോടതി, സുപ്രീം കോടതി, ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് പുറത്തുള്ള ഹൈക്കോടതി, ജില്ലാ കോടതി. ഈ 4 ഓപ്ഷനുകളാണ് നമുക്കിവിടെ തന്നത്. ഇപ്പോൾ ബന്ധപ്പെട്ട ഹൈക്കോടതികൾ എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തും ഹൈക്കോടതികളുണ്ട്. അപ്പോൾ 2 സംസ്ഥാനങ്ങളാവുമ്പോൾ ആ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ്, അഥവാ ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവും സുപ്രീം കോർട്ടാണ്. അപ്പോൾ സുപ്രീം കോടതി തന്നെയാണ് 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. SSമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്, മുൻ വർഷത്തെ ചോദ്യങ്ങളാണ്, പല പ്രാവശ്യം ആവർത്തിച്ച ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഉറപ്പാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാവുന്നതാണ്. പരീക്ഷയ്ക്ക് മുമ്പായി, NOS പരീക്ഷയ്ക്ക് മുമ്പായി ആ പരീക്ഷയിൽ വരുന്ന മുഴുവൻ ഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ ഭാഗങ്ങളും പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഓരോ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. സ്ഥിരമായി നിങ്ങൾക്ക് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഉത്തമമായ ബോധ്യമായി എങ്കിൽ, ഇത് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.